ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്കരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112-356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ. ഈശ്വര, ദൈവമേ, കൃഷ്ണ, ഈ മത്സരത്തിൽ എങ്ങനെങ്കിലും ഒന്ന് ജയിപ്പിക്കണേ. തിരുമേനി, ഒരായുധ പൂജ.
നോക്കിയാടാ പോകുന്നേ? പുള്ളടച്ചില്ല അതിന്റെ പെടപ്പാ. ബംഗാളി ഭാഷ സിലബസിൽ ഉൾപ്പെടുത്തും വിദ്യാഭ്യാസ മന്ത്രി. ഞാനിങ്ങനെ ബംഗാളിനെ കേരളം കല്യാണം ആക്കിയിട്ട് നിനക്കൊക്കെ വല്ല പണിക്ക് വെക്കൂടെ? ഹജ്ജ് പണിക്ക് പോകാനാ. ആ വളവിലെ അമ്മാരം മുറിച്ചൊന്ന് നോക്കി തന്നെ കിട്ടി 2000. എക്സാം കുഴപ്പമുണ്ടായില്ലേ? കുഴപ്പമില്ല, ജയിക്കുന്നു. എന്തിടാ 4 ക്വസ്റ്റ്യൻ ലാസ്റ്റത്തെ അത് കിട്ടിയില്ലടാ. മറ്റേ ഫോട്ടോസ് വിശാല ജയിക്കോ? വിശാല ജയിക്കോ? വിശാലൊക്കെ ജയിക്കില്ല. തോന്നണ അറിയില്ല. ഇത്തിരി നേരത്തെ മുമ്പ് നീ ജയിക്കുന്നല്ലേ പറഞ്ഞേ? ജയിക്കുമായിരിക്കും. സൽമാനെ കൊറേ അറിയില്ല. പൈസ പോയടാ. ഡ്രിങ്ക്സ് വാങ്ങാത്ത പൈസടാ. ഇന്നലെ എന്തിനു വെച്ചിട്ടായിരുന്നു? കാർത്തിക് സത്യായിട്ടും അല്ല കാർത്തിക് എനിക്കൊരു സമയം പോന്നിട്ട് എങ്ങോട്ടാടാ? ചുമ്മുള്ളാണ്ട് വരണ്ട നീ അതോട്. അയ്യോ പക്ഷെ ബ്ലാക്ക് ഫോറസ്റ്റ് വാങ്ങാൻ വെച്ചേക്കാ. ശരി കാര്യം ചെയ്യും. ബാക്കി പൈസ തന്നാൽ മതി. ബ്ലാക്ക് ഫോറസ്റ്റ് കറിയില്ല അല്ലേ? അതറിയാത്ത മണ്ടൻ തരണല്ലേ നിന്നോട്. ഞാൻ ഇങ്ങി വാടാ. കാർത്തിക് എന്തൊരു മേത്തിക്ക് കല്ലെറിയണേ? അതൊക്കെ തമാശടാ. വെറുതെ കല്ലെറിയീനി. സീരിയസ് ആവണേ? അതാ സീരിയസ് ആവും. കാർത്തിക്ക് എന്തേ സ്കൂൾ വിട്ടപ്പോഴേ എന്റെ കിടീന്ന് പറഞ്ഞു. എനിക്ക് എന്നിട്ട് വാങ്ങാൻ പറഞ്ഞ ഒന്നും പറഞ്ഞിട്ടില്ല. നീ കാര്യം പറഞ്ഞ ഗിഫ്റ്റ് എന്ത് ഗിഫ്റ്റ്? എടാ എനിക്ക് ബദാം മിൽക്കാണ് ഇഷ്ടം. ആ സൽമാൻ പൊട്ടാൻ സ്പ്രിന്റ് അല്ലെങ്കിൽ സെവനിപ്പ് വാങ്ങുള്ളൂ. ഞാൻ കാര്യം വിട് പറ. അത് അങ്ങനെ പറയാനൊന്നും പറ്റൂല. എന്ന് വെച്ചാ ബാബു എനിക്ക് സ്പ്രിന്റ് ഇഷ്ടമാടാ. എന്ത് ദൂരം ഉണ്ടാടാ നിന്റെ വീട്ടുകാരിപ്പം ജീവനോടിന്റെ. സത്യടാ ഓരോ പോലെ ഉണ്ടാവും അങ്ങനത്തെ ടൈപ്പ് ദൂരം ഉണ്ടെങ്കിൽ. എടാ സൽമാൻ എന്തിനാടാ സെവനിപ്പ് വാങ്ങിയേ? വേണ്ടേ ചാലക്കുടിയില് ക്രിക്കറ്റ് ടൂർണമെന്റ് 8,000 ഫസ്റ്റ് പ്രൈസ്. 8,000 അതിന്റെ പിന്നാലെ ഒന്നുമില്ല. എനിക്ക് ഈ വക സാധനം കൂടി ഛർദിക്കാ. ഏത് ഈ നോട്ടീസ്? നീ കുടിക്കണ്ട. ഇതാ നീ കുടിക്കണ്ട, കുഴപ്പമില്ല. ഞാൻ നിങ്ങളെ നന്ദിക്ക് വേണ്ടി പറയണ. തിന്നൂല പട്ടിനെ കൊണ്ട് തീറ്റിക്കൂല. സത്യം 8,000 രൂപ കാണാൻ കിട്ടും. നമ്മൾ സെമി ഫൈനൽ കാണാണ്ട കഴിഞ്ഞ പ്രാവശ്യം വന്നത്. നെഗറ്റീവായിട്ട് പറയണം. നമുക്ക് നാളെ തൊട്ട് പ്രാക്ടീസ് തുടങ്ങിയാലോ? വിഷ്ണറിനോട് പൊളിക്കായിരുന്നു. ആക്സിഡന്റ് പറ്റിയിരിക്കില്ലേ? ആക്സിഡന്റ് എനിക്കറിയില്ല. 1.5 മാസത്തോളായി ആളെ വണ്ടി ടിപ്പർ കൂടി ഇടിച്ചിട്ട്. ഏത് ഡ്യൂക്കാ? ആ വണ്ടിയുടെ കോലങ്ങളായിരുന്നു ചാപ്പിടി പൊടി. പൊളി വണ്ടിയായിരുന്നു. ഇനിയിപ്പോ അവിടെ പ്രാക്ടീസ് തുടങ്ങൂടാ. ഇനി നമ്മള് പണ്ട് പ്രാക്ടീസ് കളിച്ചു. നീ ഏത് ലോകത്താ? അവിടെ ഇപ്പൊ ഹോസ്പിറ്റലിൽ വർക്കാർക്കാ. അവിടെ അവന്റെ അപ്പനാണ് വർക്ക് ചെയ്യണപ്പോ. ചാലക്കുടി പോകേണ്ടി വരുമോ? അതൊന്നും നടക്കില്ല. അവിടെ എല്ലാരും എങ്ങനെ വരാനാടാ? ശരിയാ എന്നെ വിടുവില്ല. എവിടെയാ പ്രാക്ടീസ് ചെയ്യാൻ? ഒരു സ്ഥലമുണ്ട് അത് സൽമാൻ ഹെൽപ്പായിരിക്കും. വിജയഗിരി സ്കൂളിന്റെ പാർക്കിംഗ് ഗ്രൗണ്ട്. എന്റെ കൂടെ ഒരാളാണെന്ന് ഞാൻ വേണമെങ്കിൽ പോയി ചോദിക്കാം. നീ വരൂ. വാ പോയി ചോദിച്ചോ. എനിക്കെന്തിനത്? നീ പിടിച്ചോ. നീ പിടിക്കറേ. ഞങ്ങളെ ഞങ്ങളിത് കുടിച്ചിട്ട് കാർത്തിക് ഐസ്ക്രീം സൈക്കിൾ എടുക്കട്ടെ. ഇതെന്താ ടാങ്കിക്ക് വെള്ളം നിറയ്ക്കണ? മിണ്ടാടിക്കോ ബാബു. നീ ഓടി. കടം പെട്ടെന്ന് കൂടിയിട്ട് ബാബു എനിക്ക് വേണം. ഞാൻ ഒന്ന് കുടിക്കറാ. അടുത്തത് പോയിട്ട് വല്ല നടക്കോ? കൊടുത്തു നീ വിശാലോട് കുടിക്കറാ. കുടിച്ചോ? വേണ്ടായിരുന്നു. അപ്പൊ ഛർദിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭാഷ ഛർദിച്ചോ. എടാ ഞങ്ങൾ ആ കുളത്തിന്റെ അവിടെ ഉണ്ടാവട്ടാ. ശരിടാ. ആ എന്തോ എന്താ പറയണ്ടല്ലേ? ഛർദിച്ച പ്രശ്നമല്ലേ അല്ലേ? ഓ പഞ്ചറായി. അടിപൊളി. ബാബു
ഏട്ടാ ഇത് ക്രിക്കറ്റ് കളിക്കാൻ ഗ്രൗണ്ടിൽ വരും. ഇത് പ്രൈവറ്റ് സമരത്തിൻ്റെ അല്ലേ? അല്ല പ്ലീസ് പ്ലീസ് ഏട്ടാ ചേട്ടാ ഒരു കുഴപ്പമുണ്ടാക്കില്ല കേട്ടോ പ്ലീസ് ചേട്ടാ പ്ലീസ്. അത് നോക്കട്ടെ. സമ്മതിച്ചതാ. 6 സെക്കൻഡ് കേട്ടാ. ഞാൻ പറയും മുണ്ടാൻ മതി, സത്യം തന്നെ പറഞ്ഞാൽ മതി. അവിടെ നിങ്ങൾക്ക് എങ്ങനെയാണോ നീങ്ങുന്നത്? 26 സെക്കൻഡ്. 26 ആ പറ്റിക്കുന്നടാ. 6 സെക്കൻഡ് ആയിട്ടുള്ളൂ. 20 സെക്കൻഡ് കൂട്ടി പറഞ്ഞതാ. അതേടാ അതിന്റെ വാച്ച് കംപ്ലൈന്റ് ഗ്രൗണ്ട് കിട്ടിയാ ആണെങ്കിൽ സമ്മതിച്ചു. ആദ്യം സമ്മതിച്ചില്ലേ, പിന്നെ ഞാൻ സോപ്പിട്ട് എടുത്തു. എന്താ നീ ഇറങ്ങ, നീ ഇറങ്ങില്ലേ? എന്താ എന്റെ അമ്മ സമ്മതിക്കടാ. ചെറുത് ചീത്ത പറയും. അവനവന്റെ അമ്മേനെ ഭയങ്കര പേടിയാറാ. അല്ല ഐസ്ക്രീം ഇട്ടാത്തതിന്റെ നിന്നോട് പറഞ്ഞു ഐസ്ക്രീം കണ്ട പറയാൻ പറ്റില്ലേ? കേരള മിശല കലമ്പോ അറിഞ്ഞോളൂ. നീ ആണെങ്കിൽ കുളിച്ച് കയറിക്കോക്കാം. എടാ തലനീരം കൂടാ ഞാൻ പോവാട്ടാ. അവിടെ നാളെ കളി നാളെ കളി നാളെ വൈകിട്ട് എടാ ഞാൻ പോവാട്ടാ. നീ പോയില്ലേ? അമ്മേനെ പേടിച്ചിട്ടില്ല. ഞാൻട്രാ മിശല നാളെ കളിക്കാനെങ്കിലും വന്നോട്ടോ. എന്തോ പോയ പോലെ ഇരിക്കണി. അവനില്ലടാ കരടി സാബു, അവൻ ഇന്നും ഇവിടെ ശല്യപ്പെടുത്തി. വിട്ടറാ നമുക്ക് ചേട്ടന്മാരുടെ പറയാം. എന്തോരം പറഞ്ഞതാ. കുഴപ്പമില്ല. ചേച്ചിയെ നിനക്ക് ആ ചെരുപ്പെടുത്തതിന് മോന്തയ്ക്കൊക്കെ തോന്നിക്കാനില്ലേ? അവനെ കാണുമ്പോ തന്നെ പേടിയോ. കഷ്ടം. അമ്മ വന്നില്ലടാ. വരാറായിട്ടുള്ളൂ. ഞാൻ നാളെ കളിയുണ്ട് കേട്ടാ. അവന്റെ കൊടല് ഞാൻ ഒന്ന് പുറത്തെടുക്കും. അയ്യോ നടങ്ങി വീട്ടിൽ കയറി പോടാ. എന്നാ ശരിടാ, നാളെ കാണാം. ഓ വന്നോ ഹേമാൻ? തെണ്ടി നടന്നോളും. എടാ നിന്റെ സൈക്കിൾ എവിടാ? അത് പഞ്ചറായിട്ട് ഞാൻ ഹരീഷിന്റെ വീട്ടിൽ വെച്ചു. അതും നശിപ്പിച്ചു. എന്ത് മേടിച്ചാലും നശിപ്പിക്കും. ആലവലാതി. പോയേ രാവിലത്തെ പുട്ടങ്ങാനുണ്ട് ഞാൻ. പുട്ടോ? പുട്ടൊന്നും ഇരിപ്പില്ല. നീ രാവിലെ കഴിച്ചില്ലല്ലോ. ഞാനെടുത്ത് കടിയിലേക്ക് ഇട്ടു. വേണേ ചോറെടുത്ത് കഴിക്കും. ചോറ് നിൽക്കണ്ട, അല്ലെങ്കിൽ വീട്ടിലൊന്നും ഉണ്ടാവാറില്ലല്ലോ. ഏത് നേരത്താണാവോ ഇങ്ങനെ ഒരെണ്ണം എന്റെ വയറ്റിൽ വന്ന് ഗുരുത്തെ. ഉണ്ടായി 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും തന്തയുടെ കണ്ണടഞ്ഞു. ഇനി എന്റെ കൂടെ ശവം കണ്ടിട്ടാ അവനടങ്ങും. പണ്ടാരം. ചോറ് വേണേ കഴിച്ചിട്ട് പോ. എനിക്കൊരു ചെരുപ്പ് വേണം. ചെരുപ്പോ? എന്തിനെ? മീനുന്റെ കല്യാണത്തിനല്ലേ ചെരുപ്പ് മേടിച്ചേ? അത് ചീത്തയായി. ചീത്തയായി നീ ചെരുപ്പ് ഇടണ്ട. നാളെ കുറിക്കാശ് അടയ്ക്കണം. ഇവിടെയാണെങ്കിൽ ഒരു സാധനമില്ല. നിന്റെ ചെരുപ്പ് എടാ ബാബു, എടാ തെണ്ടി ബാബു. ഓഹതല്ലേ കിടന്നുറങ്ങ്.
നിനക്ക് പനിക്കുന്നുണ്ടല്ലോടാ. എനിക്കൊരു കുഴപ്പമില്ല. നീ ഉമ്മറത്തെ വാതിലടിച്ചോ? ഇല്ലേ പൂച്ച നിന്റെ മുഖത്തൊന്ന് കഷ്ടിക്കും. പറഞ്ഞേ ആ എക്സാമൊക്കെ ഇനി ഉണ്ടായിരുന്നോടാ? നൈസായിരുന്നു. ജയിക്കോ? പിന്നെ നിന്റെ ഉപ്പ എവിടെടാ ഇപ്പോൾ? എറണാകുളത്ത് തന്നെയാ? ഏയ് ഉപ്പാന്റെ സ്ഥലം മാറ്റി എവിടെയാ? കുന്നംകുളം. ആ ബെക്സോലേ ബെച്ചോ അതേ വിളിക്കണ്ട. ചക്ക് എന്ത് എടുക്കണോടാ? അവരൊക്കെ വന്നു. നീ എന്തിനാടി നിൽക്കണേ? ഇന്ന് എവിടെയാ കളി? വിജയഗിരി. അവിടെ തന്നെയല്ലേ? അവിടെ തന്നെ, വേറെ എവിടെയാ? ഇന്ന് ലീവാല്ലേ? വേഗം പറയുക. അവര് തുണിയിൽ കൂടെ നേരെ എന്നെ ചീത്ത പറയാ. പപ്പ സാറ് മറക്കണ്ട, ഒന്ന് മറക്കാണ്ടിരിക്കോ പ്ലീസ്. നിർത്തിനി എന്ത് ബ്രേക്കിലത് വണ്ടിയാ. നിന്റെ അല്ലേ സാധനം? അല്ലടാ നിന്റെ ഗേൾ ഫ്രണ്ട്സും സെറ്റായില്ലേ? പിന്നെ വളഞ്ഞ് വരുന്നുണ്ട്. എങ്ങനെ? അവൾക്കാണ് പെർഫ്യൂം ഇഷ്ടമായിരുന്നു. ഏതിന് പോകണ? അല്ലടാ അതല്ല വിറ്റ്, ഞാൻ പെർഫ്യൂം മേടിക്കാറില്ല. എടാ നെഞ്ചിലൊരു വേദന ഉണ്ടോ? അങ്ങനെ അങ്ങനെ കൂട്ടിക്കോ. ഓട്ടെ നമുക്ക് പോവാം. ചേട്ടന്റെ വീട്ടിലെ പട്ടിക്ക് പേ പിടിച്ചു, അത് ചേട്ടത്തിയെ കടിച്ചു, 2 കുട്ടികളെ കടിച്ചു. കളിക്കാൻ പറ്റില്ല നീ? ഇല്ലടാ ട്യൂഷൻ ഉണ്ട്. ട്യൂഷൻ കഴിഞ്ഞിട്ടില്ലേ? നമുക്ക് പോവാം. കളിച്ച് മതി, പോയി പഠിച്ചേ. ഇത് GK ഗെയിമാണ് മമ്മി. ചെമ്പരത്തി പോവാണോ ചുള്ള? എന്തുട്രാ നീ എന്നെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറയണേ? ഇവിടെ മുള്ളി കൊല്ലിഞ്ഞ് പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നോടാ? എടാ മോനെ പരീക്ഷയുടെ അറിയുമ്പോണ്ടല്ലോ എടാ ഒന്ന് സൂര്യനാടാ മോനെ. ചൊറിയനല്ല കടിക്കും. ആ കടിച്ചു. എടാ ഗേറ്റ് തുറന്നില്ലേടാ? തള്ളിക്കേറി പോയതല്ലേ, ഗേറ്റ് തുറന്നിട്ട് പോയാതി നീ. അവന്മാരെ അവിടെ പോയി കളിക്കാതെ പറഞ്ഞിട്ട് അമ്മാര് ഇങ്ങോട്ടാണല്ലോ വരാന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ നിന്ന് കാണാനില്ല ആരും. ഇനി എന്നിട്ട് ചെയ്യാൻ കളിക്കാൻ പറ്റുമോ? നീ കളിക്കാൻ പറ്റുന്നാ? ഞാൻ മരുത്ത് തല്ലൂടിട്ട് വന്നാണ്. അമ്മയടുത്ത് തല്ലൂടെ ഞാൻ പറഞ്ഞേ. വൃത്തിയുടെ സ്വഭാവം കാണിക്കല്ലേട്ടാ. വൃത്തിയെടുത്ത് പോകാൻ കാര്യം പറഞ്ഞല്ലേ? പിന്നെ നീ എന്നോട് വെറുതെ ചൊറിയാ നിക്കണേ. ചൊറിയാണെങ്കിൽ മാന്തിക്കും നീ. പിന്നെ സൗകര്യം ഞാൻ മാന്തിക്കോളാം. പോയിരുന്നോ? പിന്നെ അത് എന്നെ പഠിപ്പിക്കണ പെണ്ണല്ലാടെ എന്ത് ചെയ്യപ്പോ? ഗേറ്റ് ആടിയാലോ? ഹൈറ്റ് കൂടില്ല, മതില് വേണം. ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു. ഓ ഒരു വലിയ മതില് ഏട്ടക്കാരി. ഡാസബിനെ ഇത്തിരി ഉപ്പിട്ടുള്ള കഞ്ഞെള്ളം കുടിച്ചാൽ ക്ഷീണം മാറിക്കോളും. ഒന്ന് പോയറ. ഓ ഇതൊക്കെ ഞാനും ചെയ്യും. ആളുകളെ നന്നായിട്ട് എല്ലായിട്ട് കളിക്കേണ്ട ആവശ്യമില്ലേ, പിരിക മാത്രമായിട്ട് കളിക്കാൻ മതി. പിന്നെ നോക്കിയോ ഇതൊക്കെ വർക്കാണ്. ഇങ്ങോട്ട് നോക്കൂ, ഇച്ചാച്ചാണ് നോക്കിയതേ.
നിങ്ങോടെ ഞങ്ങൾ അവിടെ എന്തോരം നോക്കിന്നറിയോ? എടാ പള്ളി പറമ്പ് വരുവാണ്. ഇവൻ മറ്റേ പ്രിയ നിട്ടടാ ഒന്ന് കാണിക്കടാ. കാണിക്കില്ലടാ. ആ സൽമാൻ വന്നെടാ. ദേവിയുടെ സൽമാൻ. അതെ കളി തുടങ്ങാം കളി തുടങ്ങാം കളി തുടങ്ങാം കളി തുടങ്ങാം കളി തുടങ്ങാം കളി തുടങ്ങാം. എടാ ഗോൾ പോസ്റ്റ് റെഡി. സുഭാഷ് ഓണകരുമ്പ പിടിക്കാനുള്ള അവകാശമില്ല. ഞാൻ ഏത് ടീമില്? അവിടെ ചോക്കി. ലബി അല്ലേ? അല്ല അല്ല എൻ്റെ എൻ്റെ ഞങ്ങളുടെ ബാറ്റിങ്. അബി ഞാൻ അങ്ങോട്ട് ഞാൻ അവിടെ കടാ അതിലേ നമ്മുടെ വിഷ്ണുവിൻ്റെ ഒരു കാലം കുറിച്ച് കളഞ്ഞൂലേ? അഭിനവേ പാവം. ഞാൻ ഒന്ന് വേഗം അവിടെ നിന്റെ പശുവിന് കുറ്റടിക്കണോ? എടാ ഞാൻ ഏത് ടീമിലാ? ഇങ്ങനെ ബാറ്റ് തുടർന്ന് കണ്ട രോഗം കളിക്കടാ. കുറെ നേരം കളയണവൻ. ഒന്ന് വേഗം എറിയ. 6 4 അടിക്കാനുള്ളതാ. ഞങ്ങളുടെ ബാറ്റ് മരിക്ക് പിടിക്കും. മതി മതി. കല്ലൊക്കെ ആരോടെ കൊണ്ടിട്ടേ? എന്ത് കഷ്ട മോനെ കളിച്ച നീ. ഒരു മിനിറ്റ് നടക്കോ? എന്നിട്ട് അടിച്ചു വരണം. രാവിലെ കോർപ്പറേഷൻ ആള് വന്നില്ലടാ. നീ കളിക്കും. കോർപ്പറേഷൻ ആര് വൈകി എന്ത് കാണിക്കും അവന്റെ ഒരു ബാറ്റിംഗ്. ഞാനേ ഇന്നലെ റോഡ് കിടക്കുമ്പോൾ എനിക്ക് ഒരു ഐഫോൺ കിട്ടി. ഐഫോൺ നിനക്ക് സത്യായിട്ടും ഒന്നും കാണട്ടെ. അത് വീട്ടിലാണ്. നിനക്ക് നാണ്ട ഒരു ഉൾപ്പില്ലാന്ന് ഇങ്ങനെ വെടിപൂശാൻ. എടാ സത്യോടാ അല്ല കാര്യം ചോദിക്കട്ടെ. കോരി കോരി വിളിക്കണേ. ഒന്ന് പോടാ ചുമ്മാ വാക്ക് മാറ്റാതെ. കളി തുടങ്ങിയാലോ? ശരിയല്ലോ. ഹായ് ബഡൂസ്. ഞങ്ങൾക്ക് ഏത് ടീമിനാണ്? ആ വന്നല്ല കോരി ഭഗവാൻ. കോരി വേണി അമ്പയർ കൂടാ. ഞാന് നീ സ്ലിപ്പിൽ നിന്നോ? അടിക്കിട്ട ബാബു ഇങ്ങനെയൊക്കെ ഓരോന്ന് പഠിക്കുന്നത്. അതാ 6 കല്ലെടുത്തോ. നല്ല പോരാ. എന്ത് നല്ല കല്ലൊന്നുമില്ല. ഇന്ന് തിന്നാൻ പോണം. അപ്പുവേ എന്താണ്ടാ? എന്റെ ചേച്ചി ഞാൻ കണ്ടല്ലോ. ഏത് ഇളയതാ ഒളിച്ചോടി പോയതാ? ഇളയതാൻ പോകുന്നുണ്ട്. ഇല്ല ഇളയത് ഒളിച്ചോടി പോയത് തന്നെയല്ലേ? അത് ഒളിച്ചോടി പോയത് തന്നെ. അയ്യോ ഒരു കാര്യം പറഞ്ഞു. എടാ ഇത് ഈ വാച്ച് തരാൻ പറഞ്ഞു. നല്ല വില കൂടി വാച്ചോ. ആടെ അമ്പലം ദുബായിലല്ലേ? എടാ കോരിയുടെ കഥ അറിയോ നിങ്ങക്ക്? എടാ കോരി ഫസ്റ്റ് ഡേ വെച്ചിട്ടേ നൈസായിട്ട് അവൻ ക്ലാസ്സിൽ തൂരി. എന്നിട്ട് ടീച്ചർ വന്നപ്പോ നൈസായിട്ട് കോരിക്കള ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് കോരിന്ന് വരുന്ന അവന്റെ ചിരി കണ്ടില്ലേ അവന്റെ? അമ്മരക്ക് കളിക്കണേ കളിക്കറാ. കൊറേ നേരമായില്ല. നീ സച്ചിൻ ടെണ്ടുൽക്കറാണോ എന്റെ പൊന്നുമോനെ? നീ
വെറുതെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. സ്റ്റംപ് എടുക്കറോ, സ്റ്റംപ് എടുക്കറോ, സ്റ്റംപ് എടുക്ക്. സാരിലുള്ള ഫ്ലമിനെ കുഴപ്പമില്ലട്ടാ. ക്ഷീണുണ്ടാവും, കുറച്ച് ക്ഷീണുണ്ടാവും. പക്ഷേ അത് കുഴപ്പമില്ല, സീനില്ല. നീ ഗാലറി പോയിരുന്ന് കളി കണ്ടോട്ടാ, കുഴപ്പമൊന്നുമില്ല. ചെന്ന് അടുത്ത പ്രാവശ്യം പിടിക്കുന്നു. എന്നിട്ടും ഉണ്ടാ കാണിക്കാനാ പോയേ. സെബിനൊന്നും വേഗം പാടാ, കുറ്റടിക്കണതാ. വേഗം അടിക്ക്. കളിക്കടാ കളിക്കടാ. സൽമാനെ പിടിക്കടാ പിടിക്കടാ. സൽമാനെ സൽമാൻറാ പോയി വല്ല കപ്പാറാ. കാർത്തിക്കേ, എന്തൊക്കെ എട്ടി തന്ന സമ്മാനേ ഉമ്മല്ലേ? അയ്യോ നാളെ ഞാൻ പോളേടാ. എന്തുണ്ടാണെന്ന് നിൽക്കുന്നത് നീ അമ്പയറില്ലേ? അമ്പയറിനോട് ഉണ്ട പണി വരക്കണമെന്ന് എല്ലാ അർത്ഥം. എന്തേലൊക്കെ കാണിക്കരാ. ആരോടാ കുട്ടികളെ ബഹളം കൂട്ടല്ലേ, എൻട്രൻസിന്റെ ടെസ്റ്റ് നടക്കുക. പ്ലീസ് ക്വൈറ്റ്. ഈ അമ്പയറിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാടാ? നിനക്കറിയില്ല? ഇല്ലടാ, കാര്യമായിട്ട് പറയണേ. ഓടാ കാര്യമായിട്ട് കേക്കണേ. ഇത് ഔട്ട്, ഇത് 6, ഇത് 4, ഇത് നോ ബോള്, ഇത് വൈഡ്. അത്ര അറിയാലോ, അത്ര അറിഞ്ഞാ മതി. എടാ ഒന്നുമില്ലെങ്കിൽ മര്യാദയ്ക്ക് അറിയില്ലെങ്കിൽ ഇറങ്ങിപ്പോ. വൈഡ് അറിയില്ലടാ. എന്തിട്ടാ ഓഫിക്കരണേ? കണ്ടിത്തലേ അല്ലാണ്ട് നിനക്ക് അറിയാറിയണ്ടല്ലേ? എന്റെ ഞാൻ ഇങ്ങനെ മതി. കൊറേ നേരമല്ലേ നീ വൈഡ് അറിയാൻ മര്യാദക്ക് കാണിക്കും. എന്ത് ഞാൻ മര്യാദ സ്റ്റംബിളിക്കറാ സ്റ്റംബിളിക്കറാ. എന്ത് കോപ്പട കാണിക്കും? യെസ് സർ. നമ്മുടെ കുട്ടികളല്ലല്ലോ. ഈ പരിസരത്തെ കുട്ടിയാണ് സാർ. പ്രശ്നക്കാരൊന്നും അല്ലല്ലോ അല്ലേ? അല്ല അല്ല, കുഴപ്പക്കാരല്ല. മാങ്ങ ഒക്കെ പറിക്കാൻ നോക്കണം കേട്ടോ. ശരി, ശ്രദ്ധിക്കാം. BMW ക്രിക്കറ്റ് കളിയിലൊക്കെ BMW ഉണ്ടോ? ഔട്ടല്ല, നീ എന്തൊക്കെ പറഞ്ഞ ഔട്ടല്ല. ഔട്ടല്ല, ഒന്ന് പോടോ, ഒന്ന് പോടാ. ഔട്ടല്ല, ഔട്ടല്ല പറഞ്ഞതാ. ഔട്ടല്ല, ഔട്ടല്ലടാ. സെബിനെ, അതേ എന്റെ അച്ഛൻ 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാലേ ഡ്യൂക്ക് അടിച്ചിട്ടാ. എന്തൊക്കെ ഒരു പുറ്റം. അച്ഛൻ്റെ അറിയാൻ നടക്കത്തില്ല, അതാരനെ പറഞ്ഞു. പന്തരടാ. അതെ, ഞാൻ പറഞ്ഞിരുന്നു, നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഞാൻ? അതെ, ശരിയാണ്, നീ പറയുന്നതൊക്കെ ശരിയാണ്. അതെ, എന്ന് വെച്ചിട്ട് ഞാൻ ഇതൊക്കെ നിന്റെ അടുത്ത് 100 വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ നീ ഇതൊക്കെ നിന്റെ അടുത്ത് ചോദിക്കണേ വീണ്ടും വീണ്ടും? തല്ലുകൂടാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കണോ നീ? അല്ല, ഇത് ഇന്നെന്തെങ്കിലും തുടങ്ങിയതല്ലല്ലോ ഈ കാരണം. നിന്റെ അടുത്ത് ഞാൻ 100 വട്ടം ഞാൻ ഇവളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ
പൊന്നു മോളെ ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് ഞാൻ ഇവിടെ കുറച്ച് 100 വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ എന്താ നീ ഇത് വീണ്ടും വീണ്ടും പറഞ്ഞ എൻ്റെ അടുത്ത് തല്ലുവിടാൻ വരുന്നേ? അത് ശരിയാണ്. അതെ, അവൾ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയല്ലേ, പിന്നെന്താ? നിന്നെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. പിന്നെന്താ നീ അവളെ കുറിച്ച് വീണ്ടും വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞ തല്ലുവിടണേ? അല്ല, ഇത്ര നാൾ സ്നേഹിച്ചിട്ട് നീ എന്നെ കുറിച്ച് തണോ മനസ്സിലാക്കിയതാണോ? ശരിയാണ്, ശരിയാണ്. നീ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ നീ എന്താ എന്നെ മനസ്സിലാക്കാത്തേ? ഞാൻ പറയുന്നത് നീ ഒന്ന് അങ്ങോട്ട് കേക്ക്. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേക്ക്, അല്ലാണ്ട് നീ ഇങ്ങോട്ട് പറയില്ല എല്ലാതും. ശരിയാണ്. അല്ലെങ്കിൽ നീ ഒരു 10 മിനിറ്റ് വെയിറ്റ്. നീ ഈ കാരണം പറഞ്ഞ് നീ ചത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാവോ? അല്ല, നീ ചത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാവോ? അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. അല്ലെങ്കിൽ എനിക്ക് ഇത്ര നാൾ സ്നേഹിച്ചു, നീ ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഞാൻ ഇവിടുന്ന് അവിടെ എത്ര വരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യും. അത് പറ്റുമോ നിനക്ക്? എനിക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ മോളെ, നീ ഒരു 10 മിനിറ്റ് എനിക്കൊന്ന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഞാൻ അവിടെ എത്തട്ടെ. അവിടെ എത്താൻ വേണ്ടി ഒരു 10 മിനിറ്റ് എന്നോട് ചോദിക്കണുള്ളൂ എൻ്റെ ജീവിതത്തിൽ. ഒരു 10 മിനിറ്റ്. ശരി, ഞാൻ എത്തി. ഒരു 10 മിനിറ്റ് വണ്ടി എടുത്ത് അവിടെ എത്തുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് ചാവണോ അപ്പോൾ തീരുമാനിക്കാം. ഞാൻ ഒന്ന് അവിടെ എത്തട്ടെ. ശരി എന്നാ ഞാൻ വരുന്നു. ഞാനെന്താ കളിക്കാൻ? ബോൾ വരല്ലോ. മതി 12 റണ്ണറാ. 12 നീ ഒന്നും എണ്ണന്നില്ലേ? ഫ്ലമിന്റെ പവല്ലേ പുള്ളിക്കാരൻ ആദ്യമായിട്ട് അവന്റെ വീട്ടിൽ വന്നപ്പോഴേ ഷേവിംഗ് ക്രീം എടുത്ത് പല്ലേച്ച്. അയ്യേ, എന്തുള്ള കോമഡിയാടാ. ഷേവിംഗ് ക്രീം എപ്പോഴും എടുത്ത് പല്ലിച്ച് നീ കണ്ടോ? നാട്ടിൽ നമ്മളൊരു പോട്ടല്ലേ വിശാല പൊളിക്കടാ. പിടിക്കടാ. പിടിച്ചടാ. കുഴപ്പമില്ലടാ, ഷോർട്ട് പിച്ചായി പോയതാ. ഓ, എങ്ങോട്ടാ? ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയതാ. എന്തു പറ്റിയടി കാലില്? കുപ്പിച്ചില് കൊണ്ട് കയറിയതാ. കരടി സാബു നിന്നെ ശല്യപ്പെടുത്തിന്ന് ബാബു ഒന്ന് പറഞ്ഞല്ലോ. ചെരുപ്പൂരി 2 കൊടുക്കായിരുന്നില്ലേ? അയാളെ കാണുമ്പോ തന്നെ ശരീരം വരയ്ക്കും. പെണ്ണുങ്ങൾക്കേ കുറച്ചൊക്കെ ചങ്കുറപ്പ് വേണം. സോമേട്ടൻ മരിച്ചതിന് ശേഷം ജലജ പിടിച്ചത് ചങ്കുറപ്പ് ഒന്നുകൊണ്ട് മാത്ര. ഇപ്പൊ ബസ് ഇറങ്ങിട്ട് ഒറ്റയ്ക്ക് നടന്നു വരാൻ തന്നെ പേടിയാ. ആളെപ്പോഴാ വന്ന് മുന്നിൽ ചാടണെന്ന് അറിയില്ല. ആങ്ങളമാരാന്ന് പറഞ്ഞ് കൊറേ എണ്ണം നടക്കണ്ടല്ലോ കോളനിയില്. എന്താ പ്രയോജനം? ദേടി മംഗലത്തെ വല്യമ്പ്രാട്ടി. മാഡം എന്തായി പെരുവഴിയില്? പെട്രോള് തീർന്നു. ഓ, മാഡം ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്ന ആളല്ലേ. സ്വന്തം കാര്യത്തില് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഏതെങ്കിലും കുട്ടിയോളെ വിട്ട് വേടിപ്പിക്കാന്ന് വെച്ചാ എല്ലാം ക്രിക്കറ്റ് കളിക്കാൻ പോയി. വേണ്ട, എന്റെ ഭർത്താവ് മേടിച്ചോളൂ. ഹലോ, ഒന്ന് വേഗം വാ മനുഷ്യ. അവിടുത്തെ മോനും ക്രിക്കറ്റ് കളിക്കാൻ വന്നെന്ന് ബാബു പറഞ്ഞല്ലോ. ഓ, മാഡത്തിന് എന്താ അത്ര ദേഷ്യം? ഒരു സച്ചിൻ നമ്മുടെ നാട്ടിലുണ്ടാവില്ലാന്ന് ആര് കണ്ടു? നീ വേണി നന്ദിനി പോവാം. എന്താ ഒരു ജാട. നീ കേൾക്കുന്നില്ലേ? ഒന്ന് ഇളക്കി. നന്ദിനി, കാർത്തിക കോളനി പിള്ളേരുടെ കളിക്കാൻ പോയിട്ടുണ്ടെന്ന്. നീ ആ സാരെങ്കിലും വിട്ട് അവനോട് വീട്ടിലേക്ക് വേഗം വരാൻ പറ. ഓരോരോ തലവിധി. നീ പോയടേ. അടിക്കടാ.
ആരാടാ പഠിപ്പിച്ച സാരംഗ്? ഹേ കാർത്തിക്, മഞ്ഞത്തവളക്കേണ്ട ഗ്രൗണ്ടിലെ കാര്യം എന്താടാ? your mom said to go to your house. അയ്യോ ഒന്ന് പോടാ അവിടുന്ന്. ഇതൊക്കെ എന്ത് ജന്മാടാ? അറിയാണ്ടാണ് അറിയാത്തവരനൊക്കെ പിടിച്ചു മാറ്റിയേ. അമ്പേർ കൈ കൊണ്ട് മാത്രം ആക്ഷൻ കാണിക്കില്ല, കാലുകൊണ്ടൊന്നും ചെയ്യില്ല. അടിച്ചാഞ്ചര എന്റെ ഇഷ്ടല്ലേ? ആ എന്റെ പേരില കൊള്ളണേ, നിന്റെ ഇഷ്ടം വെച്ചിട്ട് മൂത്രച്ചിട്ട് വരടാ. ലിക്സൺ ചേട്ടൻ വടക്കത്തരഞ്ഞു ഞാനിന്നായിരുന്നു. എൻ്റെ വണ്ടി ഇടയ്ക്കോ? ആ മറന്നു. തൃശ്ശൂർക്ക് കളി, നീ അവിടെ തന്നെ ലേറ്റ് ആവും. ഞാൻ പള്ളിപ്പറമ്പ് വരണ, സോറി. അത് ലിക്സൺ ചേട്ടൻ. ആ എടാ എൻ്റെ ബന്ധുവാണത്. ആള് തൃശ്ശൂർ ജില്ലാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ്. ഞങ്ങളുടെ സ്കൂളിലെ ഫ്ലെക്സ് ഒന്നും കണ്ടിട്ടില്ലേ? നിന്റെ സ്കൂളിലത്തെ ഫ്ലക്സ് ഞാൻ എങ്ങനെ കാണാനാണ്? ഞാൻ കണ്ടിട്ടുണ്ട്. എടാ സൽമാന, നീ കണ്ടിട്ടില്ലേ? പിന്നെ അവൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നീ കളി ശ്രദ്ധിക്കും. വെറുതെ മെക്കെട്ട് മറ്റേ സ്വഭാവം കാണിച്ചിട്ട് അമ്പേറെ പണി കഴിഞ്ഞിട്ടാ. ഞാൻ ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ നിന്നും വന്നല്ല. അതൊക്കെ കുഞ്ഞൻ നോക്ക് ഹോട്ടലിൽ ചെരിപ്പിട്ട് വന്നാണ്. ഞാനൊക്കെ കയറുണ്ടാക്കി ഹൈ ക്ലാസ് കളിക്കടാ നീ. ആടാ നൈസ് വന്നറ, നൈസ് വന്നറ. നമുക്ക് ഇവിടെ ഈ ഗ്രൗണ്ടിൽ സ്റ്റേജ് ആക്കിയാലോ? ആ നമുക്ക് അവിടെ സ്റ്റേജ് വെക്കാം. ആ സെൻട്രലൈസ് ചെയ്ത് വെക്കാം. അതിനുള്ള ഓഡിയൻസ് ഒക്കെ നമുക്ക് ഇവിടെ നിൽക്കില്ലേ ഇപ്പോൾ? ഓഡിയൻസ് നമുക്ക് ഇവിടെ കിട്ടും. ഇപ്പോൾ സൗണ്ട് സ്പീക്കർ അവിടെ വയ്ക്കാം. അപ്പോൾ സ്പീക്കർ നമുക്ക് ഒരെണ്ണം ഇവിടെ വയ്ക്കാം, ഒരെണ്ണം അപ്പുറത്ത് അവിടെ വയ്ക്കാം. പക്ഷെ അതിൻ്റെ മൈക്കിൽ നിന്നുള്ളൊരു ക്യാച്ചൊക്കെ കിട്ടില്ലേ? കുഴപ്പമില്ല, മൈക്ക് അവിടെയാണല്ലോ, മൈക്ക് സ്റ്റേജിലാണല്ലോ. സ്പീക്കർ ഇത്ര നീങ്ങിട്ടല്ലേ, കുഴപ്പമില്ല. അപ്പോൾ ആളുകൾ ഇവിടെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല, നല്ല ശബ്ദവും വ്യക്തത കിട്ടും. അപ്പോൾ ഒരു ഫ്ലെക്സും സാധനങ്ങളൊക്കെ നമുക്ക് റെഡി ആക്കണം. വേണം വേണം വേണം. അതിൻ്റെ ഹലോ ആരടേ ഒരു നിർത്തലേ? ആ അതെ അതെ അതെ. ആ അതെ പറയൂ രാജേഷേ, പറയൂ. ആ തല്ലിപ്പൊളി കേസുകളൊക്കെ ആവും. എന്താ പറ്റിയേ? ആ ആ ആ ആ നിർത്തലേത് ഓരോ സാധനങ്ങളൊക്കെ. ആ ശരി. ആ ആ ആ അപ്പം എൻ്റെ പേര് പറഞ്ഞാൽ മതി, പൊക്കോ, സ്റ്റേഷനിലേക്ക് പൊക്കോ. ഞാൻ പേര് പറഞ്ഞാൽ മതി കേട്ടോ. ധൈര്യമായിട്ട് പൊക്കോ കേട്ടോ. ആ ധൈര്യമായിട്ട് പൊക്കോ. സ്റ്റേജ് നോക്കി. ശരി എന്നാ. ആ ഒരു പോലീസ് കേസാ. നീ എന്ന് പറഞ്ഞു നിന്റെ പേര് പറഞ്ഞു. അപ്പം ശരിയായിരുന്നു. അതെ ഇവിടെ ഈ അളവിൽ സ്റ്റേജ് വയ്ക്കാം. ഇവിടെ സ്റ്റേജ് വയ്ക്കാം. പക്ഷേ നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടാലാണ് ഓഡിയൻസിന് വയ്ക്കാൻ പറ്റുള്ളൂ. സ്പീക്കർ നമുക്ക് അവിടെ വയ്ക്കാം. ഇനി കുഴപ്പമില്ല. കുറച്ച് അങ്ങനെ ഒരു ആംഗിളിൽ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ മറ്റേ ഫ്ലെക്സ് വെക്കുമ്പോണ്ടല്ലോ, നമ്മൾ ശ്രദ്ധിക്കണം. എന്താ അതിൽ പ്രശ്നം? എൻ്റെ ഫോട്ടോ വെച്ചാൽ പോരെ? അല്ല, സാബുവിൻ്റെ ഫോട്ടോ വേണ്ട. അത് ഫോട്ടോയ്ക്ക് അവൻ്റെ ഇപ്പോൾ ഒരു ഫോട്ടോ ചെറുതല്ലേ നമ്മൾ വെക്കണേ, അതൊന്നും പ്രശ്നമില്ല. അവ അമ്മായിപ്പൻ്റെ കാശ് കൊണ്ടാണ് രാഷ്ട്രീയം കളിക്കാൻ നടക്കുന്നത്. നമുക്ക് ബുദ്ധിമുട്ടാവും. കാശില്ല, ഒരു ചെറിയ ഫോട്ടോ വയ്ക്കാം.
അവൻ്റെ ഫോട്ടോ വയ്ക്കണതിന് എനിക്ക് താല്പര്യമില്ല. ഞാൻ കാര്യം പറയാം. ഇവന്മാരൊക്കെ നമുക്ക് ഇത്തിരി കാശ് കിട്ടും, അത് നമുക്ക് കാര്യങ്ങൾ ഉണ്ടാക്കും. വീണ്ടും ഫോൺ വന്നു. ഇന്ന് നിർത്തിയ സാധനങ്ങളൊക്കെ ഓരോ. ഹലോ, അതെന്ത് പറ്റി എതിരാക്ഷേ? പറഞ്ഞില്ലേ? പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞില്ലേ? ഇങ്ങനെ പറ്റിച്ചോടാ. എന്നറിയില്ല എന്നാ എസ് ഐ ഉള്ളല്ലേ? ശരി, എസ് ഐക്ക് എന്നറിയാം. എസ് ഐ പറ്റേ എന്നെ അറിയില്ല എന്ന് പറഞ്ഞല്ലേ? അങ്ങനെ പറയാൻ വഴിയില്ല. ആൾക്കാരെ പറ്റിക്കാൻ വിട്ടത് അതിനെ. എന്താണ് അങ്ങനെ? അതെ, ധൈര്യമായിട്ട് വെക്കോ, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. അവിടെ ഉണ്ടാ? സ്റ്റേഷനിലുണ്ടാ? അവിടെ വെയിറ്റ്. അതെ, ഞാൻ വിളിച്ച് പറഞ്ഞോളാം, കുഴപ്പമില്ല കേട്ടാ. എപ്പോഴും നമ്മൾ കളിക്കുക, പിന്നെ ഗ്രൗണ്ടിൽ നിന്ന് പഠിക്കുക, സാധനങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ വന്നിരിക്കുക വെള്ളക്കൂറകൾ. നോക്കിയടാ നല്ല ബാറ്റിംഗ്, നല്ല ബാറ്റിംഗ്. ഞങ്ങളുടെ ടീമിന് അല്ല കൊച്ചു കുട്ടീനെ കരയിപ്പിക്കാമോ? അതെ, ഇതൊക്കെ 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 നീ ഒരുപാട് പറഞ്ഞിട്ടുള്ളതല്ലേ എൻ്റെ അടുത്ത്? അതെ അതെ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു വരണേ നീ? ഇതൊക്കെ ഞാൻ ഒരുപാട് കേട്ടതാ, ഇതൊക്കെ ഞാൻ ഒരുപാട് കേട്ട് എന്ത് തമാശ ഇതൊക്കെ? ഇതായിരുന്നു എനിക്ക് തമാശ? എൻ്റെ ജീവിതം എനിക്ക് തമാശയായിരുന്നില്ല. അപ്പോൾ വേണ്ടടി, ഞാൻ മടുത്തടി, എനിക്ക് മടുത്തു, എനിക്ക് ഈ ജീവിതം മടുത്തു. ഈ വയനാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്ന ബൈജുൻ്റെ വീട് ഞാനിവിടെ ഉള്ള ആളല്ലേ സാർ. ആ കുട്ടികളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. നിന്റെ ശബ്ദം കേൾക്കുന്നു പറഞ്ഞാൽ ഞാൻ വെറുത്തുപോയി. നീ എന്നെ വെറുപ്പിച്ചതാണ്. എനിക്ക് കേൾക്കണ്ട. നിനക്കറിയോ ഞാനൊരു കിണറിൻ്റെ പക്കത്ത് നിന്ന് സംസാരിക്കുന്നത്, ഒരു കിണറിൻ്റെ പക്കത്ത് നിന്ന്. ഇനി നീ എന്നെ കാണില്ല, ഇനി എന്നെ നീ ഒരിക്കലും കാണില്ല. ഈ ഫോൺ കട്ട് ചെയ്ത പിന്നെ നീ എന്നെ കാണില്ല. ഞാനിനി ജീവിച്ചിരിക്കില്ല, ഈ ഫോൺ കട്ട് ചെയ്ത പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഓക്കെ, ശരി എന്നാ. അതെ, നീ ആ കിണറിൻ്റെ അവിടെ നിന്ന് മാറി നിൽക്കട്ടെ, ഞങ്ങൾക്ക് പണിയാക്കല്ലേ ഓരോന്ന് വെറുതെ ജന്മം. നീ ആ വയനാടുള്ള ബൈജുവിൻ്റെ വീട് അറിയും? ആ, ആളുടെ മോനോട് കളിക്കുന്നുണ്ട്. ആളുടെ മോൻ ഇവിടെ ഇല്ല? അന്നൊന്ന് വിളിച്ചു മോനെ. ആ സോഫി, നീ തിയേറ്ററിലെത്തിയാ? ഓ, ഒരു 10 മിനിറ്റ് ഞാൻ എത്തിയ അവിടെ. ഓക്കെ,
നീ ബൈജുവിൻ്റെ മകനാ? എന്തൊക്കെ അറിയണം? പോലീസിനെ പേടി. എന്തിനാ പേടിക്കണേ? ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ വന്നതല്ല. അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അച്ഛൻ വയനാടില്ല. എവിടെ? വയനാടിലാണ്. എന്താ കിട്ടുന്നില്ല ആളെ? റേഞ്ചില്ല. രാത്രി വിളിക്കാറ്. എന്നാൽ അച്ഛനോട് പറയും തോമസ് സാറിനൊന്ന് വിളിക്കാൻ പറയും, കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ശരി കറിയൊന്നും വേണ്ട കേട്ടോ. പോയിക്കോ. എന്താടാ പോലീസുകാരനായിട്ട്? അത് ഞങ്ങൾ തമ്മിലുള്ളൊരു ചെറിയ കാര്യമാണ്. ഹലോ. എടിയേ, ബൈജുവിൻ്റെ മകനെന്ന് ഞാൻ കണ്ടു. ഒരാഴ്ചക്കുള്ളിൽ കരട് കിട്ടും. എന്തായാലും 2 മാസത്തിനുള്ളിൽ എനിക്ക് താടി വരുന്നത് ഉറപ്പ്. തന്നെ കിട്ടില്ല. പേര് പറയാ. എത്ര ക്ലാസ് തുടങ്ങിയതാ? 6ാം ക്ലാസ്. വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്യണേക്കൻ. നമ്മളൊക്കെ ഈ പ്രായത്തിൽ എന്തായിരുന്നു അല്ലേ? നമുക്ക് ഞങ്ങൾ പൊട്ടനായിരുന്നു. കാർത്തികേ, കുറ്റിക്കാട്ടി പോകുമ്പോ സൂക്ഷിച്ചു പോട്ടാ, പാമ്പുണ്ടാവും. ആരെങ്കിലും ഒന്ന് കൂടെ പോടാ, അവൻ ഒറ്റയ്ക്ക് വിടാണ്ട്. ഒന്ന് വേഗം എടുക്കാടാ. ഒന്നും മിണ്ടാടിക്കോ നീ കുറച്ചേരം. ഇല്ല ഇവിടെ ആരുണ്ടാ? ഇവിടെ പടായി തോന്നണേ. അവിടെ എന്താ? പടായില്ല ചേട്ടാ. ചേട്ടോ വീട്ടിൽ സുരേഷ് വിളിക്കണോ? ശ്രീശാന്ത് എത്ര കോളടിച്ചു? ഡ്യൂക്കും കൊണ്ടാണല്ലോ വന്നേണ്. ഗുഡ് മോർണിംഗ്. പല്ലക്കറിയില്ലോ കിളിയൊന്നുമില്ലേ? എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും.
ദിവസേ ഒരു സായിപ്പ് കോഴി പിടിച്ചാണേ ബസ്സിൽ കയറി സായിപ്പ് വെച്ചു വേറെ ആളി കോഴിയും ചോദിച്ചു അത് കോഴി പിടിച്ചാൽ വേറെ ആളി കോഴിയൊന്നുമില്ല എന്റെ കോഴിയാന്ന് പറഞ്ഞു. അപ്പൊ ആ സായിപ്പ് പറഞ്ഞു ഓ ഐ സി എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കോഴി പിടിച്ചാൽ പറഞ്ഞു ഇത് ഐസിലിട്ട കോഴിയൊന്നുമില്ല ഇതെല്ലാം പട്ടക്കണ കോഴിയാന്ന് പറഞ്ഞു. അപ്പൊ സായിപ്പ് ചോദിച്ചു വാട്ട് ചോദിച്ചു. അപ്പൊ കോഴി പിടിച്ചാൽ പറഞ്ഞു ഇത് വാട്ടാങ്ങളോ പൊരിക്കാനാന്ന് പറഞ്ഞു. അപ്പൊ ഇത് സായിപ്പ് പറഞ്ഞു യു ഗെറ്റ് ഔട്ട് പറഞ്ഞു. കോഴി പിടിച്ചാൽ പറഞ്ഞു എന്ത് കോഴി കെട്ടടിക്കണം എന്നിട്ടാണ് കൂടി പറഞ്ഞു. Hi friends, there are a few unbecoming and unwanted messages posted in the group. Whoever is posting such kind of posts will be removed from the group. The admin. പിള്ളേരൊന്നും പോരല്ല. എന്താ കാണിക്കുന്നവര്? ചേട്ടാ ഐസ് ഉണ്ടോ? ഐസ് ഉണ്ടോ? ആ ഏത് ഐസ് ഉണ്ടേ? സേമിയ ഉണ്ടോ? സേമിയ സേമിയ ചോക്കോവർ മാങ്കോവർ അതൊക്കെ ഇപ്പോൾ ഉള്ളൂ. ആ ഒരു മാങ്കോവർ എടുക്കും. ഇതാ എത്ര? 20 രൂപ 20 രൂപ. ചേട്ടാ ബാലൻസ് ഒന്നുമില്ല കേട്ടോ. ബാലൻസ് അതെ തന്നെ 50. You are out of the group. അത് ഔട്ടല്ലേ സാറേ, നോ ബോളാ. ആളൊറ്റയ്ക്ക് തിന്നണ നോക്കിയടാ. ആൾക്ക് വയറിളക്കം വന്നിട്ട് മടിച്ചു പോയിട്ടിരുന്നാ മതിയായിരുന്നു. ഷോ കൊതിയിട്ടല്ലേ നീ? ആടാ സഹിക്കാൻ പറ്റില്ല. വീട്ടിലിന്ന് പെരുന്നാളായിരിക്കും. വീട്ടിലല്ല കക്കൂസിലാണ്. കുറച്ചുകൂടി കേക്ക്. കളിക്കടാ നിനക്കത് താങ്ങോ? മോനെ ഇങ്ങനെ കാണിക്കേ നീ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ട് ഇങ്ങനെ പറ്റിയേ ഒന്നിച്ച് പിടിച്ച് പന്ത് വരുമ്പോ ഫ്രണ്ട് നല്ല പവർ പെയിനില്ലേ നല്ല പവർ
ട്രിക്ക് ഇതൊന്നും പറ്റാ. നീ ആളാക്കി കളിക്കുകയാണെങ്കിൽ ആദ്യം മുതൽ കളി തുടങ്ങേണ്ടി വരും. ഞങ്ങള് വിളിച്ചിട്ടല്ല, ആള് വളഞ്ഞേരൊന്നുമല്ലേ. ആ പിന്നെ എന്നിട്ട് ഞങ്ങൾ ആളാർക്കിന്ന് പറയണീ. പിന്നെ അപ്പൊ ഞാൻ ആദ്യമായിട്ട് കളിക്കേണ്ടി വരും. പിന്നെ ഞങ്ങൾ ഒന്നും പറ്റില്ലേ? പറ്റില്ല, സമ്മതിക്കില്ല. കിട്ടാനല്ലുള്ളത്. ചേട്ടാ അവനോട് ഒന്ന് കാട്ടി കൊടുക്കും. നിന്റെ ഫുഡ് വർക്ക് ശരിയല്ലല്ലോ. മര്യാദയ്ക്ക് നിൽക്കുക. നേരത്തെ മറ്റൊരു പണത്ത് നീ ശ്രദ്ധിച്ചില്ലേ? അവർക്ക് ബാറ്റ് ഉണ്ടല്ലോ പിടിക്കണം. ഫേസിലാണ് ബോൾ കൊള്ളാം കേട്ടോ. നല്ല പവറിൽ അടിക്കാൻ മതി. ഓഫിൽ കേട്ടോ. കളിയല്ലേ, സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്ക്. നീ എന്തിനാണ് ആളോട് ചൂടാവണേ? പിന്നെ അയാൾ ഇഷ്ടം ഞാൻ കളിപ്പിക്കുന്ന ആള് പറഞ്ഞു കൊടുത്തന്നല്ലുള്ളൂ. നീ കളിച്ചടാ. ആള് പറഞ്ഞ പോലെ ഒന്ന് കളിച്ചു നോക്കാ. ഞാൻ വരുമ്പോ എവിടെയായിരുന്നു? എല്ലാ ബോളും അടിക്കണില്ലേ? അതെങ്ങനെയാ? ഒരു ബോളാ എങ്ങനെ പന്തെറിഞ്ഞാലും പന്ത് ബൗണ്ടറി കടത്താൻ കഴിവുള്ള ഒരു ബാറ്റ്സ്മാൻ ഉണ്ടാവും. എൻ്റെ പേരെന്ന് ഈ പ്രായത്തിൽ ഇത്ര വലിയ വാല. ഞാൻ എത്ര എണ്ണമാണ് ജയിക്കാൻ? 3 എണ്ണം മതിയാ? ഇനി സിംഗിൾ എടുത്താൽ മതിയല്ലോ. ചാലക്കുടിയിൽ ടൂർണമെന്റ് കളിക്കാൻ വേണ്ടിട്ടേ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നത്. ടൂർണമെന്റ് കളിക്കാനാണ്? അതിനെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? അല്ല ഞങ്ങൾക്ക് അറിയാവുന്നത് പോലെ. അല്ല ചേട്ടൻ കളി അറിയാവുന്ന ആളല്ലേ, ഞങ്ങളൊന്ന് സഹായിച്ച. ഈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാലേ ഇവിടെ ചിലരൊക്കെ ഒരു വിചാരം കിറുക്കന്മാരെ കളിയെന്നാണ്. ക്രിക്കറ്റ് കളിക്കാൻ ശരീരക്ഷമത മാത്രം പോരാ, നല്ല ബുദ്ധി വേണം. ബുദ്ധിമാന്മാരെ കളി ക്രിക്കറ്റ്. നീ ഇവിടുന്നോടാ, ഞങ്ങൾ പോയിട്ട് വരാം. അത് വേണ്ട അത് വേണ്ട. ആടാ കളിക്കടാ. സൂപ്പറാ, ഞാൻ പറഞ്ഞ സെറ്റാക്കി വെക്കാം. ആൾക്ക് കളിപ്രാന്തുള്ള നീ വന്നേ. ആൾക്ക് കളിപ്രാന്തുള്ള ആളാ. നമുക്ക് ചോദിച്ചു ആ കോച്ചാക്കാം. വെറുതെ ഐസട്ടോ അതെ ഞങ്ങളുടെ കോച്ചായിട്ട് കോച്ചിങ്ങാ നിങ്ങൾക്കാ? എന്നിട്ടാണ് നിങ്ങൾക്ക് എന്നെ വിറ്റ് കാശാക്കാൻ. ഞാൻ പറഞ്ഞ പോലെ കേൾക്കോ? അപ്പോ പറയണ്ടേ, ഞങ്ങളുടെ പുതിയ ഔദ്യോഗിക കോച്ചായിട്ട് ഞങ്ങൾ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ചേട്ടാ കടയുടെ ഒരു കളിക്കാരനെ കുറിച്ച് പറഞ്ഞു. അതാരാ? ഇന്റർനാഷണൽ ക്രിക്കറ്റ് എൻ്റെ ആദ്യ മത്സരം കളിക്കുന്നു. ഒരു 16 വയസ്സായി. എതിർ ടീമിലെ ബോളറെ ഒരു അതിവേഗ ബൗൺസർ മൂക്കിലടിച്ച് ചോരയൊലിപ്പിച്ച് നിൽക്കുന്നു. കോച്ചും കൂടെ കളിക്കുന്നവരൊക്കെ പറഞ്ഞു കയറിപ്പോ ഇതിലുള്ള ഏകതയേറിയ പന്തുകളെ പിന്നാലെ വരുന്നു.
എന്നെ കൊണ്ടാവില്ല. ആ ചെറുക്കൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, മേഖലക ഞാൻ കളിക്കും. സച്ചിൻ തെണ്ടുൽക്കർ. ചേട്ടൻ സൂപ്പർ അല്ലേ? കോച്ചിങ് ഒക്കെ ചേട്ടൻ ലാസ്റ്റ് വെറുപ്പിക്കാണ്ടിരുന്നാ മതിയായിരുന്നു. അങ്ങനെ വെറുപ്പിക്കൊന്നുമില്ല അല്ലേ? പറയാനൊന്നും പറ്റില്ല. ശരി കേട്ടോ. ആ അപ്പൊ നാളെ ഉച്ച കഴിഞ്ഞിട്ടാണോ? ആ ശരി. ഇങ്ങോട്ട് വാടാ. ഷോ നമ്മൾ ഭയങ്കര കരിപ്പിലാണല്ലോ. എന്തുണ്ടാവോ? നിലാവട്ടെ. അമ്മ വിശക്കുണ്ടമ്മ, എന്തെങ്കിലും തരൂ. ഇങ്ങോട്ട് വാടാ. എന്തമ്മ? നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ ആ കോളനിയിലൂടെ കളിക്കാൻ പോലെന്ന്? അതാണ് കാര്യം. അവരിപ്പം കളിച്ച എന്താ പ്രശ്നം? അവരെന്താ കടിക്കൂ? എടാ നമ്മള് വലിയ തറവാട്ടുകാരല്ലേ, നമുക്കത് മോശമല്ലേ? നിനക്ക് ആ സാരംഗിനോ അദ്വൈതിനോ ആരെങ്കിലും കണ്ട് പഠിച്ചൂടെ? ആ മന്ദബുദ്ധികളെ കണ്ടിട്ടാ. നീ എന്താ നോക്കണേ? റിമോട്ട്. ടി വി കണ്ടിരിക്കാതെ പോയി കുളിച്ചടാ. ഞാൻ കുളിക്കുക. കുളിച്ചിട്ട് കഴിക്ക്. ആന്ന് ഞാൻ കുളിക്കുക. എടാ നിന്നോടല്ലേ പറഞ്ഞ പോയി കുളിക്കാൻ? ഞാൻ കുളിക്കാമേ. എപ്പോ പോയി കുളിക്കാ? ഞാൻ കുളിക്കാം. കുറച്ച് എണ്ണൊന്നുമില്ല, പോയി കുളിക്ക്. എന്റെ കൃഷ്ണ, ഈ കുരുത്തം കേട്ടവന് നല്ല ബുദ്ധി കൊടുക്കണേ. അമ്മ, നല്ല മനസ്സിലൊരു പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കുള്ളൂ, അതറിയില്ലേ? എന്താടാ പറഞ്ഞ? ചെറിയ വായില് വലിയോർത്താനെ പറയണോ അഹങ്കാരി? 13 വയസ്സായിരുന്നു. അപ്പോഴേക്കും സ്വഭാവം ഇങ്ങനെ എന്താണ് ചെയ്യാ? പറഞ്ഞെന്താണ് മനസ്സിലാവാത്ത? ശാപം പിടിച്ചോൻ, നിന്നെ ഞാൻ കൊല്ലണം. എന്താ ഇവിടെ ബഹളം? പുറത്തേക്ക് കേൾക്കാലോ. ഓ വന്നോ? കണ്ട തെണ്ടിപ്പിള്ളേർ ഇവിടെ കളിച്ചു കിടന്നോന്ന് കിടപ്പുണ്ട് നിങ്ങളുടെ സീമന്ത പുത്രൻ. എടാ കാർത്തി, നിന്നോട് ഞാൻ പറയാറില്ലേ അമ്മയായിട്ട് വഴക്ക് കൂടരുന്ന്? എന്നും വഴക്കാ, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എടാ കാർത്തി, കാർത്തി, സുലു, പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് തൊല്ല ഉണ്ടാക്കണ്ടിരുന്നാ മതി. പിന്നെ നമ്മൾ ആരെ പഠിപ്പിക്കാനാ? എനിക്ക് തോന്നണതേ നമ്മളിപ്രാവശ്യം കപ്പടിക്കുന്ന അടിക്കണല്ലോ. ചേട്ടാ ഒരു ചായ. ആ സ്പോർട്സ് പേജ് ഒന്ന്. കഴിഞ്ഞ കളിയിൽ പൂജാര കസറി. പൂജാരിയോ? ആ മുടി എന്തൊരു ബോളിംഗ് ആയിരുന്നു, ഒരു രക്ഷയിലൂടെ. നീ എങ്ങനെ കളിച്ചത്? കഷ്ടിച്ച് പിടിച്ചു ഓവറൊക്കെ. ആ ഹായ് ചേട്ടാ. ആ നമ്മളൊക്കെ ഓർമ്മയുണ്ടാ? ആ കെവിനെ, ബോൾ ചെയ്യുമ്പോൾ നിന്റെ പഴയ വൈബ്രേഷനൊക്കെ മാറിയാ? മറന്നിട്ടില്ലല്ലേ? പിന്നെ കളി ഉണ്ടായ? ആ ഒരു ഫ്രണ്ട്ലി. ഇവനാണ് കോളേജിൽ ക്യാപ്റ്റനാണ്. ക്യാപ്റ്റനൊക്കെയാ? ക്യാപ്റ്റനായി. നിന്റെ വീട് എടുത്താ? ആ ഇവിടെ എടുത്താ. വാ കയറിയിട്ട് പോവാ. വീട്ടിലേക്കില്ല, എന്നിട്ട് വേണം നിന്നെ കളി പിടിപ്പിച്ചു തന്നിട്ടേ അവർ ചെയ്തു കേൾക്കാൻ. എപ്പോൾ കളിക്കാറിയാലും ചേട്ടനെ ഓർക്കാറുണ്ട്. പോടാ. ഇന്നിനി ഏത് ഗ്രൗണ്ടിക്കാ? കളിപ്രാന്തൻ എന്ന് പറഞ്ഞാ അത് ഇയാളാണ്. തെരുവ് കാഴ്ചകൾ ഇങ്ങനെ ആനന്ദമായി നീളുന്നു. പട്ടികളുടെ വന്ധീകരണം ദേശീയ വിഷയമായി ചാനൽ ചർച്ചയാകുമ്പോഴും ഗർവാപ്പസി ഷണ്ഡീകരണങ്ങൾ മുറകി നടക്കുന്നു. ഇതെല്ലാം കണ്ട് ഞങ്ങൾ അസ്വസ്ഥരായി കുറിക്കുമ്പോൾ പേളക്കമാണെന്ന് കരുതുന്ന മനുഷ്യ, ഈ പേക്കൂത്ത് തുടർന്നാൽ പിടിക്കടാ.
നമ്മുടെ രമേശിനെ കൊന്നതിന് പ്രതികാരമായി ദാ അവിടെ ഓഫീസിന് മുമ്പിൽ കെട്ടിത്തൂക്കണം. വാലാട്ടുന്നവരല്ല, കുറയ്ക്കുന്നവരാണ് യഥാർത്ഥ നായ്ക്കൾ. കുറിച്ചുകൊണ്ടേയിരിക്കുകയാണ് നായ്ത്തം. ജീവിക്കണ അങ്ങോട്ട് ചോദിക്കുക, കൊല്ലാതിരുന്നോടെ. അവന്റെ മോണായിട്ടായിരുന്നു നിങ്ങളെല്ലാവരും കളിയാക്കലടാ. എനിക്ക് ജില്ലയില് സെക്കൻഡ് സാധനാണ് ഇവനും രമേശേട്ടനും. ഈ ഊളം വെറുപ്പിച്ചോണ്ടിരിക്കട്ടെ, വേണമെങ്കിൽ വീട്ടിൽ പോകെ ജീവൻ വേണമെങ്കിൽ. എനിക്ക് വേറെ പടി ഞാൻ ബെസ്റ്റ് ഓഫ് ലക്ക്. അയ്യോ തല തല ഉണ്ടാവുന്നല്ലേ മാത്രള്ളൂ. നാളത്തെ പത്രത്തിലെ പ്രധാന മാവിന്റെ മുകളിൽ കയറിയ അഭിനവനെ, അതായത് നമ്മുടെ തുള്ളൻ അബിയുടെ അവന്റെ അമ്മോട് പറഞ്ഞില്ല ഒരു ചിരിച്ച ഫോട്ടോ എടുത്ത് വെച്ചേക്കാൻ ആവശ്യം വരും. എടാ നീ എന്തെങ്കിലും ചവിട്ട് നാടകം കളിക്കണം അവിടെ. ഒരു കരി പാത്രത്തിക്കരി വലിത്തേച്ചവൻ തന്നലെ, ഒരു കരി പാത്രത്തിക്കരി വലിത്തേച്ചവൻ മിന്നലെ. പോകോ കരി പോകോ വിംജാർത്തേച്ചാൽ. ഉപ്പ് മാത്രല്ല മുളക് കിട്ടി. ഒരു കരി പാത്രത്തിൽ കരി വലിത്തേച്ചവൻ തന്നലെ. രണ്ടാക്കി വാട്ടില്ലേ. താങ്ക് യു. ഒരു കടി തരുമോ? കൊച്ചൊന്നറാ നായിസൊന്നും എടുത്തില്ലേ? ഏയ് ഒപ്പം നിർത്തില്ല. ചുറ്റോലടാ നോക്കിയാ ജേഴ്സി കിട്ടില്ല. പിന്നെ നമ്മൾ ഇന്റർനാഷണലാ. വേമാ തുടങ്ങാം. ഏയ് നമ്മളെ മേനംകുട്ടിയില്ലേ ആവശ്യമില്ലാത്ത പറയലട്ടാ. ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയതല്ലേ. അവന് ചെറിയ തലകർക്കൊക്കെ ഉള്ളു. അവനെ ഇനി കളിക്കാൻ പറ്റില്ല. വിടില്ലേ? വാ നമുക്ക് തുടങ്ങാം. റൗണ്ടപ്പോ ചേട്ടാ പേഴ്സ്. ആ പേഴ്സിലും ടീഷർട്ടിലൊക്കെ ഗിന്നസ് ബുക്കിനുള്ള ഫാനാണോ? നീ ആയ ഫാനാ? ഞാൻ വിജയുടെ ഫാനാ. ഒരുപാട് പരിമിതിക്കുള്ളിൽ നിന്നും ലോകത്തിൻ്റെ നെറുകയിലെത്തിയ വലിയ മനുഷ്യനാണ് ഗിന്നസ് ബക്രു. ഞാൻ പുള്ളിയുടെ കട്ട ഫാനാ. സിനിമ കണ്ടില്ലേ? സൂപ്പർ കോമഡി അല്ലേ? എന്തൊരു പോസിറ്റീവാ.
തന്ത്രരാജൻ മുന്നിൽ മന്ത്രമേറെ ചൊല്ലി, തന്ത്രരാജൻ മുന്നിൽ മന്ത്രമേറെ ചൊല്ലി, പന്ത് പാടും കാറ്റിൽ വടിസ്റ്റം പൊടിഞ്ഞേ ഹൊലെ, പന്ത് പാടും കാറ്റിൽ വടിസ്റ്റം പൊടിഞ്ഞേ ഹൊലെ, ഹോലെ 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 ഹോലെ. ഞാൻ ആദ്യമായിട്ട് ടൂർണമെന്റ് കളിക്കണേ, എനിക്കെന്നെ പേടിഞ്ഞിട്ടാ. കളിക്കാറിയാത്തവർക്ക് എന്ത് പേടി, എന്ത് ടൂർണമെന്റ്. പറഞ്ഞില്ല. ആ കാർത്തിക് നീ കൊള്ളായിരുന്നു. അതിനവൻ്റെ അമ്മോടു അവനോട് പറഞ്ഞു നോക്കണം. പറയാം. നീ കളിക്കാറില്ലേ? ഞാൻ കളിക്കുവാ. എന്തിട്ട് പണി? എവിടെ പോണു? ചാലക്കുടിയില്. ഡാ പുതിയ കോച്ചിങ്ങിന് കളിക്കാൻ ഇല്ലടാ, സമയമില്ല, വേഷങ്ങളെ വേണം. ഇവന് എന്തിട്ടാണോ പറ്റിയത്? പിന്നെ കാണാന്ന്. ശരി. സഭ കണ്ട കാർത്തി, അമ്മയായിട്ട് അടിപിടി കൂടിയിട്ട് ആസ്പത്രി പോയെന്ന് നീ ഇനി ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ. എടാ, അതൊക്കെ നിനക്ക് മുതിരുമ്പോ മനസ്സിലാവും. നീയേ മൊബൈലൊക്കെ ഓഫ് ചെയ്ത് കിടന്നോട്ടാ. ബൗണ്ടറി പെയ്യും ബാറ്റിൽ ബോധമേറെ കൊയ്യാൻ, നോൻപു നോൽക്കും സിക്സിൻ കഥേറെയുണ്ടിന് ചൊല്ലാൻ, ബൗണ്ടറി പെയ്യും ബാറ്റിൽ ബോധമേറെ കൊയ്യാൻ, നോൻപു നോൽക്കും സിക്സിൻ കഥേറെയുണ്ടിന് ചൊല്ലാൻ, ഹോലെ 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 ഹോലെ. ഓ വീര്യം കൂട്ടാൻ ഒരു തുടങ്ങാം, വീര്യം കൂട്ടാനൊന്നായി ഒരു തുടങ്ങാം പോലെ, പാര് കറങ്ങും പോലെ പടപാളയത്തിൽ വന്നേ. സച്ചിൻ, അല്ല, നിങ്ങൾക്ക് എന്ത് കണ്ടിട്ടായി നടക്കണം? ആ ജോർജ് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലിശെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ശരിയാക്കാം. ഈ ശരിയാക്കാന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ശരിയാവുണ്ടോ? നീ ഇങ്ങനെ നൈറ്റ് പഠിക്കാതെ പണ്ടത്തെ പോലെ കച്ചവടം നടക്കണില്ല. പിന്നെ ഈ ഗ്രൗണ്ട് കണ്ട ഒക്കെ മറക്കുക. എനിക്കറിയാലോ, എൻ്റെ ഈ കൊച്ചിൻ്റെ ജീവിതം വെച്ചാൽ നിങ്ങൾ ഈ ക്രിക്കറ്റ് കളിക്കണത്. അത് ഓർമ്മയുണ്ടായാൽ നല്ലതാണ്. ഇവിടെ സച്ചിൻ വലുതും കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. എന്താ നോക്കാട്ടാ, പൊമ്മൻ കിടന്നുറങ്ങാൻ നോക്ക്.
നീ എനിക്കെന്തേലും ഇത് വേണ്ട സ്കൂൾ കഴിയുമ്പോൾ കോർക്കൂളൊന്നും ഇരിച്ചതാണ് ഇപ്പോഴും ഇത് ഇങ്ങനെ തന്നെയാണ്. അല്ല ഏട്ടാ ചേട്ടൻ വിവരമുള്ള ആളല്ലേ ഐസ് വിട്ട് കിടക്കണേ നീ ഐസ് എവിടെയാണ് ഉള്ളത്? ഗ്രൗണ്ടിൻ്റെ അവിടെ. നീയാടാ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ അവിടെ ഗ്രൗണ്ട് വിട്ട് പോവാന്ന് പറഞ്ഞാൽ ഒരു വേറെയാ. ക്രിസ് നന്നായി തെളിച്ചു വരയ്ക്കും, നന്നായി തെളിച്ചു വരയ്ക്കും. ഇവിടെ വരെ വരയ്ക്കും, ഇവിടെ വരെ വരയ്ക്കും, ഉഷാറായിട്ട് വരയ്ക്കും. ക്രീസ് ഉണ്ടില്ലേ? ഇനി ശ്രദ്ധിക്കേണ്ട കേസ് മനസ്സിലായില്ലേ? ബോൾ അവിടെ നിന്ന് വരുമ്പോൾ ബാറ്റ്സ്മാൻ്റെ ബാറ്റുമ്മ പന്ത് കൊണ്ടാലും ഇല്ലെങ്കിലും ആക്ഷൻ വരണം. മനസ്സിലായില്ലേ? നമ്മുടെ ശ്രദ്ധ ഫുൾ പന്തിലാണ് കേട്ടോ. ഓക്കെ, ഒന്നെറിഞ്ഞ ബാബു പന്ത്. ഓക്കെ, ഗുഡ്. കമോൺ സെവിൻ താ. ലെഗ് സ്റ്റമ്പിൽ കാർഡ് ഇടണം. അമ്പയറോട് ചോദിച്ചാൽ മതി കേട്ടോ. കറക്റ്റായിട്ട് വരച്ച് ഇതാ നിൽക്കുക. ബാറ്റ് പൊന്തിച്ച് പിടിച്ച് നിൽക്കുക. പന്ത് വരുമ്പോൾ ഫ്രണ്ട് ഫുട്ടിൽ പന്ത് മിഡിൽ ചെയ്യണം കേട്ടോ. ബാറ്റിൻ്റെ മിഡിൽ ചെയ്യണം കേട്ടോ. നോക്കി നോക്കിയാൽ കമോൺ കമോൺ. ഗുഡ്രാ ഗുഡ്രാ, ഗ്രേറ്റ് കേട്ടോ. തെറ്റിക്കല്ലേ? ബോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അറിയില്ലേ? ലൈന് ലെങ്ത്ത് നോക്കി പന്തറിയുക. ബാറ്റ്സ്മാൻ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ലൈന് ലെങ്ത്തും കറക്റ്റ് ആണെങ്കിൽ ബാക്കി ബോൾ ചെയ്തോളൂ. ഇനി ബോൾ പിടിക്കുക. ഓക്കെ, ഗുഡ് ബോൾഡാ, ഗുഡ് ബോൾ, ഗുഡ് ബോൾ. സൽമാൻ, ബൗണ്ടറിയിലല്ലേ ഫീൽഡ് ചെയ്യുന്നത്? ഒറ്റ പന്ത് ചോരരുത് കേട്ടോ. എല്ലാ പന്തും കറക്റ്റായിട്ട് ഫീൽഡ് ചെയ്യണം. ഇങ്ങനെ വേണം ഫീൽഡ് ചെയ്യാനായിട്ട് കേട്ടോ. കയ്യിൽ പന്ത് കിട്ടിയില്ലെങ്കിലും കാൽമ തട്ടിയില്ലാലും പന്ത് നോക്കണം. സേതു കവർ ചെയ്യണം കേട്ടോ. പന്ത് വരുന്ന സമയത്ത് കവർ ചെയ്യണം. സെബീൻ അടുത്ത ബോളും കൂടെ അടിക്കേ. കീപ്പർ കിട്ടും, കീപ്പർ. എല്ലാവരും ശ്രദ്ധിക്കുക, ഫീൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്ത് കീപ്പർക്ക് ഇട്ട് കൊടുക്കണം. അപ്പോഴേ പന്ത് ഡെഡ് ആവുള്ളൂ കേട്ടോ. നാളെയാണ് കളി. ടീമൊന്ന് സെറ്റ് ചെയ്യണ്ടേ? ആരെ ക്യാപ്റ്റനാക്കുക? സെബീമ. ഉഷാറായിട്ട് വാ. ഒരു ക്യാപ്റ്റനോട് ഗുണം എന്തൊക്കെയാണെന്ന് അറിയാം? ഒരു കഥ പറഞ്ഞത്. 2014 വേൾഡ് കപ്പ് നമ്മുടെ ഇന്ത്യ നേടിയപ്പോൾ സച്ചിനെയും തോളിലേറ്റി ഒരു ഘോഷയാത്ര നടത്തിയിട്ടുണ്ടായി വിരാട് കോഹ്ലിയും സംഘവും. ഘോഷയാത്രയ്ക്കൊടുവിൽ ഒരു പത്രപ്രവർത്തകൻ വിരാട് കോഹ്ലിയോട് ചോദിച്ചു, സച്ചിനെ തോളിലേറ്റി നടന്നപ്പോൾ ഭാരം തോന്നിയില്ലേ? അതിന് വിരാട് കോഹ്ലി കൊടുത്ത മറുപടിയാണ് എനിക്ക് നിനക്ക് തരാനുള്ള ഉപദേശം.
21 വർഷക്കാലം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഒറ്റയ്ക്ക് ചുമലിലേന്തിയ മനുഷ്യൻ കുറച്ചു നേരം എൻ്റെ ചുമലിലിരുന്നത് എനിക്കൊരു ഭാരമായിട്ടല്ല, അഭിമാനമായിട്ടാണ് തോന്നിയത്. ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് അറിയോ? ഇന്ന് ആ വിരാട് കോഹ്ലിയുടെ ചുമലിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഭദ്രാണ്. ഓൾ ദി ബെസ്റ്റ്. നീ എങ്ങോട്ടാ? എടാ നിന്നോട് ചോദിച്ചാ നീ എങ്ങോട്ടാന്ന്? നീ മനുഷ്യ, നിങ്ങളൊന്നും കാണുന്നില്ലേ? ഈ വീടിന്റെ പടി നീ ഇറങ്ങിയോ? നിന്നെ വെറുതെ വെച്ചേക്കില്ല. അമ്മനെ തടയണ്ട, അവരെന്റെ ഫ്രണ്ട്സാ. മേക്കേലേക എന്ന് വെച്ചാ അവൻ കളിക്കുന്നു. ജയിക്കണട്ടാ. എൻ്റെ ഈ കൊച്ചിൻ്റെ ജീവിതം വെച്ചാൽ നിങ്ങൾ ഈ ക്രിക്കറ്റ് കളിക്കണത്. അത് ഓർമ്മയുണ്ടായാൽ നല്ലതാണ്. ഓരോ കുട്ടിയും ഓരോ മഹാത്ഭുതങ്ങളാണ്. കൊട്ടും ആഘോഷവുമായി മത്സരത്തിനിറങ്ങിയ ഓരോ കുട്ടിയും നാളത്തെ യൗവനമാണ്, രാജ്യത്തിൻ്റെ ഊർജമാണ്. അടുത്ത വീട്ടിലെ കുട്ടി കളിക്കുന്ന പന്ത് സ്വന്തം പുരയിടത്തിലേക്ക് വരാതിരിക്കാൻ മതിൽ കെട്ടിപ്പൊക്കുന്ന കാലത്ത് ജാതിയിൽ കുറഞ്ഞവനെ കൂടെ കൂട്ടാതിരിക്കാൻ മാതാപിതാക്കൾ ഉപദേശിക്കുന്ന ലോകത്ത് കളി പ്രതിരോധമാണ്. ജയമെന്നോ പരാജയമെന്നോ വേർതിരിവില്ലാതെ അവർ മത്സരിക്കട്ടെ, മത്സരങ്ങളെ ആസ്വദിക്കട്ടെ,
സ്വപ്നങ്ങൾ പടുത്തുയർത്തട്ടെ. ഓരോ മാതാപിതാക്കളും തൻ്റെ കുട്ടിയെ ചേർത്ത് നിർത്തി നീ പോയി കളിക്കട എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഈ ഭൂലോകത്തുള്ളൂ. കടിഞ്ഞാണില്ലാതെ കളിക്കാൻ ലോകം അവരെ അനുവദിക്കട്ടെ. മത്സരങ്ങളെ ആസ്വദിക്കുക, സ്വപ്നങ്ങളെ പിന്തുടരുക. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. ദൈവം ബാറ്റെടുത്തു കളിക്കും, ദൈവം ബൗണ്ടറി നോക്കി പറത്തും, ദൈവം സെഞ്ചുറികൾ കുറിക്കും, ദൈവം പുഞ്ചിരിയാൽ മയക്കും, ദൈവം സെഞ്ചുറികൾ കുറിക്കും, ദൈവം പുഞ്ചിരിയാൽ മയക്കും.